അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂ സുഫിയാൻ ഷാമിൽ നിന്ന് 50,000 ഗോൾഡ് കോയിൻസ് എല്ലാ തരത്തിൽ സാധനങ്ങളുള്ള ഒരു സംഘവുമായി മക്കയിലേക്ക് പോകുമായിരുന്നു. എന്നാൽ യാത്രമധ്യ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മക്കയിലെത്താൻ അയാൾക്ക് മദീനയിൽ കടന്നു പോകേണ്ട അത്യാവശ്യമായിരുന്നു. മദീനയിൽ മുസ്ലിമീങ്ങൾ ഈ സംഘത്തെ തടയാൻ തയ്യാറായിരിക്കുകയായിരുന്നു. അബൂ സുഫിയാൻ നിമിഷം, മുസ്ലിമീങ്ങൾ എന്തിനാണ് ഈ സംഘത്തെ അന്വേഷിക്കുന്നത്, അതും റമദാൻ മാസത്തിൽ? യാഥാർത്ഥ്യത്തിൽ ബദർ യുദ്ധത്തിന് 1 വർഷം മുമ്പ് മുസ്ലിമീങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തപ്പോൾ അവർ ധരിച്ചിരുന്ന വസ്ത്രം മാത്രമാണ് കൊണ്ടുപോയിരുന്നത്. മക്കക്കാർ അവരെ ദേഷ്യപ്പിടിപ്പിക്കാൻ വേണ്ടി ഇവരെ സാധനങ്ങളെയും ഭൂമിയും വിട്ടുകളഞ്ഞ് മുസ്ലിമീങ്ങൾ കൊള്ളയടിച്ച ധാരാളം സാധനങ്ങളുള്ള സംഘമായിരുന്നു. അപ്പോൾ മുസ്ലിമീങ്ങൾ കൊള്ളയടിക്കുകയായിരുന്നില്ല, മറിച്ച് തങ്ങളിൽ നിന്ന് കൊള്ളയടിച്ച സാധനങ്ങൾക്ക് പകരം ചോദിക്കുകയായിരുന്നു. അബൂ സുഫിയാൻ ഈ ഗ്രൂപ്പിന്റെ നേതാവായതിനാൽ അദ്ദേഹം ടെൻഷനിലായിരുന്നു. അദ്ദേഹം ഈ റൂട്ടിൽ പോയാൽ മുസ്ലിമീങ്ങൾ വെറുതെ വിടൂല എന്ന് കരുതി റൂട്ട് ചേഞ്ച് ചെയ്തു. മക്കയിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. അങ്ങനെ ആ മെസ്സഞ്ചർ മക്കയിൽ എത്തിയപ്പോൾ കഅബയുടെ അരികെ പോയി തൻ്റെ ഒട്ടകത്തിന്റെ കാതും മൂക്കും മുറിച്ച്, എന്നിട്ട് വസ്ത്രത്തിനെ കീറിപ്പറിച്ച് ഫുള്ള് സൗണ്ടിൽ നിലവിളിക്കാൻ തുടങ്ങി. ആ കാലത്ത് അവരുടെ എമർജൻസി അറിയിക്കാനുള്ള രീതിയായിരുന്നു. മുസ്ലിമീങ്ങൾ ഓൾറെഡി കാഫിരീങ്ങളെ ഗ്രൂപ്പിനെ നിർത്താൻ പോയിരുന്നു. ഇത് കണ്ടൊരു കാഫിറിനോട് അബൂജഹൽ ചോദിച്ചു, അപ്പൊ ആ കാഫിർ പറഞ്ഞു, 313 ആളുകൾ ഉണ്ടാകാം. അബൂജഹൽ പറഞ്ഞു, ഞങ്ങൾ 1000 ആളുകളുമായി പോകണം. അബൂജഹൽ ചോദിച്ചു, അവരുടെ എത്ര കുതിര ഉണ്ടാകാം? ആ കാഫിർ പറഞ്ഞു, 2 ഉണ്ടാകാം. അപ്പൊ അബൂജഹൽ പറഞ്ഞു, ഞങ്ങൾ 100 കുതിര എടുത്തു കൊണ്ടുപോകണം. പിന്നെ ചോദിച്ചു, അവരുടെ അടുക്കൽ എത്ര ഒട്ടകം ഉണ്ടാകും? അപ്പൊ ആ കാഫിർ പറഞ്ഞു, 70 ഒട്ടകം ഉണ്ടാകാം. അപ്പൊ അബൂജഹൽ പറഞ്ഞു, ഇതെല്ലാം മക്കയിൽ വെച്ച് സംസാരിക്കുമ്പോൾ അബൂ സുഫിയാന്റെ ഗ്രൂപ്പ് മൈൻ റൂട്ട് വിട്ട് മറ്റൊരു റൂട്ടിൽ പോയി, മുസ്ലിമീങ്ങളുടെ സൈന്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി. എന്നാൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, കാരണം കാഫിർ. പക്ഷെ അബൂജഹൽ പറഞ്ഞു, അബൂജഹൽ പറഞ്ഞു, ഞങ്ങളുടെ ഗ്രൂപ്പ് രക്ഷപ്പെട്ടാലും ശരി, ഞങ്ങൾ മുസ്ലിമീങ്ങളെ വെറുതെ വിടാൻ പാടില്ല. കാരണം മുസ്ലിമീങ്ങളെ ഒരാളെ കൊല്ലാൻ ഞങ്ങൾ 3 ആളുകൾ ഉണ്ടല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ സ്ഥലത്തിൽ ആദ്യം ഒരു കിണറുടെ അടുക്കൽ ടെന്റ് ഇടാൻ കൽപ്പിച്ചു. ഇത് കണ്ടൊരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, തങ്ങൾ ഈ സ്ഥലം തിരഞ്ഞെടുത്തത് അള്ളാഹുവിന്റെ നിർദ്ദേശം പ്രകാരമാണോ, അല്ലെങ്കിൽ മുശാവറ ചെയ്തിട്ടാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുശാവറ ചെയ്തിട്ടാണ്. ആ സ്വഹാബി പറഞ്ഞു, നബിയെ, ഞങ്ങൾ മറ്റൊരു സ്ഥലത്ത് ടെന്റ് ഇട്ടാൽ അവിടെ വെള്ളം കൂടുതൽ ഉണ്ടാകും, കൂടാതെ കാഫിയങ്ങൾ ആ കിണറിനെ പിടിച്ചെടുക്കുന്നതിന് നിങ്ങൾ സഹായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സജഷൻ ഇഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർദ്ധരാത്രി തന്നെ ഈ സ്ഥലത്തിൽ നിന്ന് ആ സ്ഥലത്തിലേക്ക് മൂച്ചു. അടുത്ത ദിവസം അബൂജഹലിന്റെ സൈന്യം മുമ്പിലെത്തി. അത് മുസ്ലിങ്ങളുടെ സൈന്യത്തിനേക്കാൾ 3 ഇരട്ടി വലുതായിരുന്നു. ദി ബിഗ് ബിസിനസ്മാൻ ഉത്ബ തന്റെ സഹോദരനായ ശൈബ ബിൻ റബിയും മകനായ വലീദ് ബിൻ ഉത്ബയും മുന്നോട്ട് വന്നു. എന്നിട്ട് മുസ്ലിമീങ്ങളെ വെല്ലുവിളിച്ചു, ഞങ്ങളുമായി യുദ്ധം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ മദീനയിൽ നിന്ന് 3 അൻസാരികൾ മുന്നോട്ട് വന്നു. അപ്പൊ ഉത്ബ പറഞ്ഞു, ഇവരാരാണ്? ഞങ്ങളുടെ സഹോദരന്മാരോടാണ് യുദ്ധം ചെയ്യാൻ വന്നത്. അവർ ഞങ്ങൾ ഉപ്പാന്റെ മതത്തെ ധിക്കരിച്ചു പോയവരാണ്. ചെന്നപ്പോൾ 3 സ്വഹാബികൾ എതിർ വന്നു.